നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നിർണായകമായ പോരാട്ടത്തിലാണ് CSK ഇന്ന് ചെപ്പോക്കിൽ ഇറങ്ങുന്നത്. ഈ നിർണായക പോരാട്ടത്തിന് സ്വന്തം മൈതാനത്ത് ഇറങ്ങാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഒരു ആശ്വാസം പകരുന്ന കാര്യമാണ്. മാത്രമല്ല, ഇന്നത്തെ മത്സരം ആഫ്റ്റർനൂൺ മാച്ചാണ്, ഡബിൾ ഹെഡറാണ്. അതിൽ 3:30 ചെപ്പോക്കിൽ കളി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബൗളേഴ്സിന് അനുകൂലമായിട്ട് പിച്ച് ബിഹേവ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കുണ്ട്. രാത്രി മത്സരമാണെങ്കിൽ ഡിയോ ഒക്കെ വന്നുകൊണ്ട് ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവും. ഇവിടെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. സ്പിൻ ഫ്രണ്ട്ലി ആയിരിക്കും പിച്ച് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. അങ്ങനെയെങ്കിൽ അവരുടെ മിച്ചൽ സാന്നറും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും മൊയിൻ അലിയും ഒക്കെ സുപ്രധാന പങ്ക് ഈ കളിയിൽ വഹിച്ചേക്കും. എന്നാൽ ഒരു മാറ്റം അത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് അവർക്ക് നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ത്രൂ ഔട്ട് ദി സീസൺ അവർ അജിങ്ക്യ രഹാനെയെ ക്യാരി ചെയ്തിട്ടുണ്ട്. അജിങ്ക്യ രഹാനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വളരെ പരിതാപകരമായ ഫോം ആണ് ഇത്തവണ കാഴ്ചവെച്ചത്. എന്നിട്ട് നേരെ IPL വരികയായിരുന്നു. നമ്മളത് സീസണിന് മുമ്പുള്ള അനാലിസിസിൽ വിശദമായി പറഞ്ഞതാണ്. രഹാനയുടെ ഫോം CSKക്ക് ഒരു വറി ഉണ്ടാക്കുന്ന കാര്യമാണ്. അന്ന് പക്ഷെ പലരും അതിൻ്റെ മുമ്പത്തെ സീസണിലെ രഹാനയുടെ കളി കണ്ടുകൊണ്ട് അതൊക്കെ CSKയുടെ ജേഴ്സി ഇടുമ്പോൾ അങ്ങ് ശരിയാവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ശരിയായില്ല. എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളെ ബാക്ക് ചെയ്യുക എന്നുള്ളത് CSKയുടെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ എത്ര മോശം ഫോമിലായിട്ടും അദ്ദേഹത്തെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നത്തെ കളിക്ക് അത് മതിയാവുമോ? അദ്ദേഹത്തെ വെച്ചുകൊണ്ട് കളിക്കുക എന്നുള്ള റിസ്ക് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നല്ല തുടക്കം പവർ പ്ലേയിൽ കിട്ടിയില്ലെങ്കിൽ ഇന്ന് പണി കിട്ടും. അപ്പം അത് ഒഴിവാക്കിയേ പറ്റും. സമീർ റിസ്വിയെ കൊണ്ടുവരും. പക്ഷെ റിസ്വി ഇങ്ങനെ ഒരു ക്രൂഷ്യൽ മത്സരത്തിന് അദ്ദേഹത്തെ ഓപ്പണറാക്കി വിടാൻ CSK തുനിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വന്നാൽ ഒന്നുകിൽ രുദ്രാജ് ഗെയ്ക്വാദും രജിൻ രവീന്ദ്രയും കൂടി ഓപ്പൺ ചെയ്യും. അതല്ലെങ്കിൽ ഡാരിൽ മിച്ചലിനെ ഓപ്പണറായി കയറ്റിവിടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. റിസ്വി വരും, രഹാന പുറത്തിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. അപ്പോൾ സുപ്രധാനമായിട്ടുള്ളൊരു മാറ്റവും കൊണ്ടാവും മിക്കവാറും ഇന്ന് CSK കളിക്കാൻ ഇറങ്ങുക. മറുഭാഗത്ത് RRന്റെ കാര്യം, അവർ പ്ലേ ഓഫിൽ തന്നെയാണ്, ഒരു കാലെടുത്ത് വെച്ച് തന്നെ നിൽപ്പാണ്. ഇന്ന് കളി തോറ്റാൽ പോലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ തുടർച്ചയായി 2 കളികൾ തോറ്റത് കൊണ്ട് ഇന്ന് വിജയിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലാണ് സംഘക്കാരെയും സഞ്ജുവും ഒക്കെ. എന്നാൽ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് വന്നത് ഡൊണാവൻ ഫെരീരയായിരുന്നു. അതിനർത്ഥം അദ്ദേഹം ഇന്നും പ്ലേയിങ് 11-ൽ കാണും എന്നാണ് എന്ന് വേണം കരുതാൻ. അതായത് ഹെറ്റ്മയർക്ക് വിശ്രമം കൊടുത്തേക്കും. അദ്ദേഹം പൂർണ്ണമായും ഫിറ്റ് അല്ല എന്നൊരു തോന്നലുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഇനിയിപ്പം T20 വേൾഡ് കപ്പ് ഒക്കെ വരുന്ന ഘട്ടത്തിൽ ക്രൂഷ്യൽ അല്ലാത്ത മത്സരം അദ്ദേഹം പുറത്തിരിക്കാൻ തീരുമാനിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും ഹെറ്റ്മയർ കളിച്ചില്ലെങ്കിൽ ഡൊണാവൻ ഫെരീര തന്നെ ഈ കളിയും കളിക്കും. പിന്നെ റോമൻ പവലിൻ്റെ കാര്യമാണ്. പവല് സ്പിന്നിനെതിരെ അത്രയധികം മികവ് കാണിക്കാറില്ല. ഈ പിച്ചിൽ അത് ഒരു തിരിച്ചടിയാണ് റോമൻ പവലിന്. അപ്പോൾ അദ്ദേഹം പുറത്തിരിക്കുകയാണെങ്കിൽ പകരം കേശവ് മഹാരാജിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ പിച്ചിലെ നല്ല വെപ്പണാണ് കേശവ് മഹാരാജ്. പക്ഷേ അങ്ങനെ ചെയ്താൽ CSKക്കെതിരെ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് ഡെപ്ത് വളരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് അതിലെന്ത് തീരുമാനമായിരിക്കും സംഘയും സഞ്ജുവും ഒക്കെ ചേർന്നെടുക്കുക എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. മാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ 2 ടീമിൻ്റെയും പ്രോബബിൾ 12 ഒന്ന് പരിശോധിക്കുകയാണ്. CSKയുടെ ഭാഗത്ത് രജിൻ രവീന്ദ്ര അജിങ്ക്യ രഹാനെ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇനി അദ്ദേഹം കളിച്ചില്ലെങ്കിൽ റിസ്വി വരും. പക്ഷേ റിസ്വി ഓപ്പണർ ആയിരിക്കില്ല. അപ്പോൾ രജിൻ രവീന്ദ്ര, രുദ്രാജ് ഗെയ്ക്വാദ്, ഡാരിൽ മിച്ചൽ, ശിവൻ ദ്യൂബെ, മൊയിൻ അലി, രവീന്ദ്ര ജഡേജ, സമീർ റിസ്വി, MSD, മിച്ചൽ സാഗ്നർ, ഷാർദുൽ താക്കൂർ, തുഷാർ ദേശ്പാണ്ഡെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ബൗൾ ചെയ്യാൻ സിമർജീത് സിംഗ് വരും. അതിപ്പം രഹാന കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടായിരിക്കും സിമർജീത് സിംഗ് വരിക, അല്ലെങ്കിൽ റിസ്വിക്ക് പകരമായിരിക്കും വരിക എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്ത് ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ശുഭം ഡ്യൂബെ, ഡൊണാവൻ ഫെറീറ, ദെൻ റോമൻ പവൽ ഓർ കേശവ് മഹാരാജ്. അപ്പം പവലിന് പകരം കേശവ് മഹാരാജ് വരിക എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് ഡെപ്ത് കുറയും. പക്ഷേ പിച്ചിന്റെ സ്വഭാവം വെച്ച് അത്തരമൊരു നീക്കത്തിന് സാധ്യതയുണ്ട്. ദെൻ അർഷിൻ, ആവേശ് ഖാൻ, ട്രെൻ ബോൾട്ട്, സന്ദീപ് ശർമ്മ, യശ്വന്ദ്ര ചാഹൽ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് വരികയും ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി ജോസ് ബട്ട്ലറെ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നല്ലൊരു പോരാട്ടത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരിക്കാം ഇന്നത്തെ CSK വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി
റാഫ് ടോക്സ് വീണ്ടും എത്താം.